ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ദർശി. അങ്ങനെ ശനിയാഴ്ചനെന്ന് അരി ഇട്ടിട്ട് വെച്ചോണ്ടുള്ള ഞായറാഴ്ചനെന്ന് അപ്പോൾ ഈസിയാന്നല്ലേ ഇഡ്ഡലി അപ്പം എന്തെങ്കിലും ആക്കാനി. അങ്ങനെ അരിയും പിന്നെ ഊന്നിൻ്റെ ബേള ഇട്ടിട്ട് വെച്ചോണ്ടുള്ള തണ്ണി കിട്ടിയിട്ട് കതിട്ട് സോക്കല്ലേ തണ്ണിയിട്ട് വെച്ചോണ്ട് അപ്പം നീരുള്ളെല്ലാം ബിട്ടോണ്ട് വന്ന് ഞങ്ങളോടക്ക് ഇങ്ങനെ ബിട്ടോണ്ട് വരുന്നു. അങ്ങനെ കൊണ്ട് ഇവിടുന്ന് എടുക്കുന്നു. അതിന് പിന്നെ ഉച്ചക്ക് വരുമ്പോൾ എൻ്റെ തീയ ഒരു സ്വീറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ടെങ്കിൽ സൈൻ ലെബൻ്റെ നല്ല ഉണ്ടെങ്കിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് ഫുള്ള് ക്രീമായിട്ട് നല്ല ഉണ്ടെങ്കിൽ അങ്ങനെ അത് തിന്നോണ്ടുള്ള അതിൻ്റെ പേര് കസാപ്പാമ എന്തോ ഉണ്ടഞ്ഞി ഫുള്ള് ക്രീമി ടെക്സ്ചർ ഉണ്ടഞ്ഞി ദാളിമ്പല ഇട്ടിട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ജാസ്തി ഉണ്ടഞ്ഞി. അതിൻ്റെ പേര് ഇപ്പം നോക്കിയോണ്ടുള്ള ക്യൂരിയോസിറ്റിയിൽ എന്ത് പേരെന്നാണ് ಗೊತ್ತಾയിട്ടില്ല. അങ്ങനെ ആ പേര് നോക്കിയോണ്ടാ ഞാൻ. പിന്നെ എന്നൊന്ന് കുറഞ്ഞിട്ടുണ്ടഞ്ഞി അത് കുറച്ച് കുനാഫ ടൈപ്പ് ഇതിൽ സേമിക കുറച്ച് ഉണ്ടഞ്ഞത് ഇങ്ങനത്തെ ക്രീമി ടെക്സ്ചറിൽ ഇത് ജാസ്തി ഉണ്ടഞ്ഞത്. അതിന് പിന്നെ ബന്തെല്ലാം കടഞ്ഞിട്ട് വെച്ചാൽ അതിൽ കുറച്ച് കടയുമ്പോൾ അരിയും ഇട്ടീന ഇത് ചോറിട്ടീന ചോറിട്ടിട്ട് കടഞ്ഞിട്ട് വെച്ചത് കാലത്തെ കാമ്പൊക്കെ എത്ര ബന്ത ബെന്ന് ചെല്ലിട്ട് നോക്കാൻ ചെല്ലിട്ട് വലിയ കാലത്തിൽ വെച്ചിന ഇല്ലെങ്കിൽ തൂയിട്ട് പോകുന്ന. അങ്ങനെ വലിയ കാലത്തിലിട്ടിട്ട് വെച്ചിന ബന്ത ബന്നിട്ടായിട്ട് നോക്കാൻ ചെല്ലിട്ട് ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് കാലത്തിടുന്നത്. അങ്ങനെ നല്ല സൂക്കലെ കയ്യിൽ കലക്കിയിട്ട് വെച്ചിന. അപ്പം കാമ്പ എൻ്റെ തീയ വന്ന് അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് വന്നിന്. അങ്ങനെ എനിക്ക് കാണിച്ചോണ്ടുണ്ട് ഡ്രസ്സ് എടുത്തേന. അങ്ങനെ ഷർട്ടെല്ലാം എടുത്തിട്ടുണ്ട് പണിക്ക് പോകുമ്പോൾ ഇരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയ അതായിട്ടായിട്ട് ശനിയാഴ്ചയിൽ ഇന്ന് എന്ത് ജാവാക്കുന്നത് വേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ആക്കിയത്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ഗോപിയും പിന്നെ ചിക്കൻ റോസ്റ്റും ഓർഡർ ആക്കി. അപ്പോൾ അവർ ഫോണാക്കി ചിലർ ഇത് ഫ്രൈഡ് റൈസ് തീർന്നിന്, ചിക്കൻ ഫ്രൈഡ് റൈസ് അതിൻ്റെ ബദൽ ബിരിയാണി കിടത്തുന്നതാണ്. ഞങ്ങൾ അയച്ചില്ല. അങ്ങനെ കച്ചമ്പർ ഉപ്പേരി പിന്നെ ബിരിയാണി പിന്നെ വെച്ചെല്ലെങ്കിൽ റോസ്റ്റ് ഗോബി ಅಂತೂ ಬಾಯಿಗೆ ಬೇಕಾನಾಯಿಲ್ಲ. അങ്ങനെ ಉಂಡು എന്ത് ഗോബി ಹಾಕಿನಾರ ಅವ್ರಿಗೆ അറിയും. ಅದು ಗೋಬಿ ಬಲೆ ಇಲ್ಲೇ ಇಲ್ಲ, ಮಸಾಲೆ ಎಲ್ಲ ಜಾಸ್ತಿ ಆಯಿತು. ಆ ಚಿಕನ್ ರೋಸ್ಟು ಪಚ್ಚ ಸ್ಮೆಲ್ ಅಡ್ಚೋಡಂಜಿ ಮೂಗಕ್ಕೆ ಖಾಲಿ ಮೊಳಗು പൊടി പിന്നെ നീരുള്ളിട്ടിന് ಬೇರೆ എന്തിട്ടില്ല. ബിരിയാണിയിൽ ചെല്ലെങ്കിൽ എണ്ണ നിറഞ്ഞിട്ടുണ്ടഞ്ഞി അതിന് പുറല് കഞ്ഞാക്കിയിട്ട് വയ്ക്കുക. അങ്ങനെ ഉണ്ടഞ്ഞി ഞങ്ങൾക്ക് ഇത്ര ഞങ്ങൾ പിടിച്ചേലേ ഇത് ഫസ്റ്റ് ഇങ്ങനത്തെ വേസ്റ്റ് എക്സ്പീരിയൻസ്. ഞങ്ങളത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിപ്പിച്ചിരുന്നല്ല, ഹോംലി ഫുഡ് ചെല്ലിട്ട് ഈ ക്ലൗഡ് കിച്ചൺ ഇരിക്കുന്നതല്ലേ അങ്ങനത്തെ ഒരാക്കുന്നു ചില മലയാളീസിൻ്റെ പറയാം കേരളത്തിലെ ഫുഡ്. അങ്ങനെ ഞങ്ങൾ വിളിപ്പിച്ചു. നോക്കാനെല്ലാം നല്ലോണ്ട്, ക്വാളിറ്റി എല്ലാം ഉണ്ടഞ്ഞി. ഫുഡ് മാത്രം ഒരു പസ ടേസ്റ്റ് ഇല്ല. ഈ ബിരിയാണിയിൽ എന്താണെന്ന് വെച്ചില്ലെങ്കിൽ ഈ മസാല എന്തോ ഒരു മസാലക്ക് ഒരു ഫ്ലേവറില്ല. ഇപ്പം ഞങ്ങൾ പുറലാക്കുന്ന ഒരു ടേസ്റ്റ് ഇരിക്കുന്നല്ല. ഇത് എന്തെന്നേ ഇല്ല. ഞങ്ങൾ അങ്ങനെ വേസ്റ്റായിനി, ബായിക്ക് വെക്കാനായിക്കൊണ്ടില്ല. ആർക്കും ഇഷ്ടം ഇത് കുറച്ച് തിന്നാനായിനി. ഇത് എന്ത് ബിരിയാണി ആ റോസ്റ്റ് പിന്നെ ഗോബി ಅಂತೂ ബായിക്ക് വെക്കാനായിട്ടില്ല. അങ്ങനെ ഉണ്ടഞ്ഞി ഗോബി അതിൻ്റെ മസാല തന്നെ എന്തെന്ന് അറിയുന്നില്ല. അങ്ങനത്തെ മസാല ಹಾಕಿನರಿ പുറലെ ಹಾക്കുന്ന ഗോബി ആയെങ്കൂ എത്ര ടേസ്റ്റ് ഇരിക്കുന്നു. ನಾನು നല്ല സോക്കല വീഡിയോ ಎಲ್ಲ ಬೆರೆന്ന് ചേട്ടെಲ್ಲ വീഡിയോക്ക് ഇതെല്ലാം ಹಾಕಿನಿ. ടേസ്റ്റ് നോക്കുമ്പോൾക്ക് വീഡിയോ വേണ്ടെന്ന് അതിന് അത്ര വേസ്റ്റ് ഉണ്ടായി ഫുഡ്. എത്ര 450 എന്തായിനി ഇത്ര ഫുഡൊക്കെ. ഈ ഗോബി ഞാനിത് എന്ത് ചെല്ലിട്ട് ഞാൻ ആലോചിക്കും. എൻ്റെ ഹസ്ബൻഡിൽ കേട്ട് ഇത് എന്ത്. പിന്നെ ഞാൻ അറിഞ്ഞത് ഇത് ഗോബി ചെല്ലിട്ട് ഗോബിൻ്റെ കളർ എങ്ങാനുണ്ട് നോക്കി, കറുത്തിട്ടുണ്ട്. സാമാനം എന്തില്ലാത്ത ഉള്ള സാമാന കൈക്ക് എന്തെല്ലാം കിട്ടുന്നു. അങ്ങനെ ഇട്ട ബലാക്കിനായി ചിക്കൻ റോസ്റ്റ് വെളുപ്പിച്ചിനായി 2 പീസ് ചിക്കൻ ഫുള്ള് നീരുള്ളിയും മുളകിൻ്റെ മസാല അത് കരച്ചിട്ട് വെച്ചിനാരും. അങ്ങനത്തെ ഒരു ഫുഡാക്കിയിട്ട് വെച്ചിനാര്. ഇത്ര ഉണഞ്ഞത് ചിക്കൻ റോസ്റ്റ്. അത് ചിക്കൻ പീസും അങ്ങനെ ഒരു ബെൽഞ്ഞ കോയിൻ്റെ ഒരു ഇങ്ങനെ റബ്ബർ പോലെ കിട്ടുന്നില്ല. അങ്ങനെ കടിച്ചിട്ട് ബെടിന്ന് അങ്ങനെ ഉണഞ്ഞി. ഫുഡ് ഒരു പസ നല്ല ഇല്ല മാത്രം. ഇന്ന് പുറലെ ആക്കിയിട്ട് തിന്നാനായിനി. വെറുതെ വിളിപ്പിച്ചതിന് പൈസയും വേസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് ഇത് തിന്ന് പിന്നെ ബയറെല്ലാം ഒരു മാതിരി ആയിക്കോണഞ്ഞ് ഒരു എന്തെന്ന് സോഡപ്പൊടിയെല്ലാം ഇട്ടെങ്കിൽ ഒരു ബയർ ഇതാന്നല്ല അങ്ങനെ ആയിക്കോണഞ്ഞ് ഞങ്ങൾക്ക് തിന്ന്. പിന്നെ അങ്ങനെ കാലത്ത് ഞാൻ നോക്കുമ്പോൾക്ക് നല്ല ಬಂದಿട്ടുണ്ടഞ്ഞി ഫുള്ള് ಬಂದು ഇനിയിപ്പോൾ അതിനെ ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് വെക്കണം. അങ്ങനെ ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടഞ്ഞി. ഇത് ಗಿಂದಳ್ಳಿ ಬೀತೆಗೆ നല്ല ಅನ್ಸಿല്ലെങ്കിൽ ഞങ്ങളത് പിന്നെ ഒരു ഇത് ഇഡ്ഡലിൻ്റെ പാത്രം അങ്ങനെ ആയിക്കൊണ്ട് അതിൽ അത്ര ഷേപ്പ് വരുന്നില്ല. ಗಿಂದಳ್ಳಿ നല്ല മാത്രം സോഫ്റ്റ് ആയിനി.